ഹലോ നമസ്കാരം. സ്റ്റീവ് സാപ്പിയോവേഴ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പിന്നെയും കത്താര കൾച്ചറൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടുത്തെ ബാക്കി വിശേഷങ്ങളെല്ലാം കാണണം. അതിനുശേഷം ഇവിടെ മഹസീൽ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതും കാണണം. അങ്ങനെ 2 പ്രോഗ്രാംസാണ് മൊത്തത്തിൽ ഇന്നുള്ളത്. അപ്പം പോയി നോക്കാം. ഇതിവിടുത്തെ ആംഫി തിയേറ്റർ ആണ്. പഴയ റോമൻ ആംഫി തിയേറ്ററിൻ്റെ ഒരു മോഡേൺ വേർഷൻ. ഇവിടെ മിക്കവാറും പ്രോഗ്രാംസ് ഉണ്ട്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞങ്ങളിവിടെ വന്നപ്പോൾ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലോങ് ക്യൂ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. സാരമില്ല, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് അത് തന്നെ വന്ന് കാണാം. ഈ ആളുകൾ നടന്നു പോകുന്ന കണ്ടോ, അതാണ് സ്റ്റേജ് പെർഫോമൻസ് നടക്കുന്ന സ്ഥലം. ഈ സ്റ്റെപ്സിലാണ് ഓഡിയൻസ് ഇരിക്കുന്നത്. ഈ സ്റ്റാച്ചുവിൻ്റെ പേര് ഫോഴ്സ് ഓഫ് നേച്ചർ സെക്കൻഡ് എന്നാണ്. ഇതുപോലെ തന്നെ ഒരു സ്റ്റാച്ചു ലണ്ടനിലും ഉണ്ട്. ഇതൊരു ഇറ്റാലിയൻ ആർട്ടിസ്റ്റാണ് ഇത് പണിതത്. പ്രകൃതി മാതാവിൻ്റെ ആകർഷണ ശക്തിയിലാണ് ഭൂമി കറങ്ങുന്നത് എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ആർട്ടിസ്റ്റ് ഇത് പണിതിരിക്കുന്നത്. ഇതാണ് കത്താര ബീച്ച്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ ഒരുപാട് വക തരുന്നതാണ് ഈ സ്റ്റാച്യൂസ്. ഇത് 3 എണ്ണം ഉണ്ട്. ഇത് ഉണ്ടാക്കിയത് ഒരു ഇന്ത്യക്കാരനാണ്. ഒരുപാട് സിംബോളിക് മീനിങ് ഉള്ളതാണ് ഈ സ്റ്റാച്യു. ഗാന്ധി സ്ത്രീവൈസ് മങ്കീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. തിന്മ കാണരുത്, തിന്മ കേൾക്കരുത്, തിന്മ പറയരുത്. നമ്മുടെ ഫോണിലൊക്കെ അല്ലേ ഇമോജി, ഒരു കുരങ്ങൻ ഇങ്ങനെ കണ്ണു പൊത്തിയിരിക്കുന്നതും വാ പൊത്തിയിരിക്കുന്നതും ചെവി പൊത്തിയിരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. പക്ഷേ ഇവിടെ കലാകാരൻ കുരങ്ങിന് പകരം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നതേ ഉള്ളൂ. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ലോകത്തോട് സമാധാനത്തിനെ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ സ്റ്റാച്യു. ഇതിൻ്റെ ഹെൽമെറ്റൊക്കെ കണ്ടോ? നമ്മുടെ വീട്ടിലെ പഴയ പാത്രങ്ങളും ഗ്ലാസും എല്ലാം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ താക്കോലാണ് ലോകത്തിലെ ഏറ്റവും വലിയ താക്കോൽ. ഗിന്നസ് ബുക്കിലൊക്കെ ഇതിൻ്റെ പേരുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലിൻ്റെ ഓണർഷിപ്പിലാണുള്ളത്. നമ്മുടെ സാധാരണ താക്കോലിനെ വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിലും 100 ഇരട്ടി വലിപ്പമുണ്ട്. കൊള്ളാം അല്ലേ? നമ്മളിനി മഹസീൽ ഫെസ്റ്റിവൽ നടക്കുന്നിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു ക്ലബ് കാർ കിട്ടി. അതല്ലെങ്കിൽ കുറച്ചു ദൂരം നടക്കാനുണ്ട് ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലേക്ക്. ഖത്താരയിൽ വരാതെ മഹസീൽ ഫെസ്റ്റിവലിന് മാത്രം വരുന്നവരാണെങ്കിൽ അൽക്കസറിൽ വന്ന് മെട്രോയിൽ ഇറങ്ങിയാൽ മതിയാകും. ഖത്താരയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോഴേക്കും കുറച്ച് ദൂരം നടന്നാൽ മതി. അതല്ലെങ്കിൽ ഇവിടുന്ന് ക്ലബ് കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രീ സർവീസാണ്, അതും നമുക്ക് യൂസ് ചെയ്യാം.
നമ്മളങ്ങനെ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. ഇതാ ഇവിടെ പുറത്തും കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. കൊള്ളാം അല്ലേ? ഖത്തറിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് തുടർന്ന് വരുന്നൊരു ഫെസ്റ്റിവലാണിത്. പൂക്കൾ, ചെടികൾ, പച്ചക്കറികൾ, പഴങ്ങൾ, തേൻ, മുട്ട തുടങ്ങി എല്ലാത്തരം കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ട് കർഷകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ വളരെ വിശ്വസനീയമായും വളരെ വിലക്കുറവിലും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഈ ഫെസ്റ്റിവൽ ഡിസംബർ 23 മുതൽ ഡിസംബർ 28 വരെയാണെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഡേറ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ജനുവരി 4 വരെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം വീക്കെൻഡിൽ മാത്രമേ സൂക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ആയിരിക്കും. മാർച്ച് അവസാനം വരെ സൂക്ക് ഇവിടെ പ്രവർത്തിക്കും. ഒരുപാട് നല്ല ചെടികളുണ്ട്. ലില്ലിയുണ്ട്, സൺഫ്ലവർ, അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഓറഞ്ചും എല്ലാം ഉണ്ട്. ബൊഗൻവില്ല എന്ത് വേണേൽ വാങ്ങാൻ കിട്ടും. നല്ല വിലക്കുറവുണ്ട്. 1 റിയാൽ മുതലുള്ള ചെടികളുണ്ട്. ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടല്ല ആക്ച്വലി വന്നത്. അത് കാരണം കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം എന്താ വാങ്ങിയതെന്ന്. അവിടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് കോർട്ടുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വെറൈറ്റി സാധനം കണ്ടു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ആ ചേച്ചി ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള ഫുഡല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള ഫുഡാണ്. അപ്പം നമുക്ക് വേണ്ടിയുള്ളത് അതിന് ശേഷം ആ ചേച്ചി ഉണ്ടാക്കാം.
ഇതാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡ്. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട് ഭക്ഷണത്തിന്. ഇന്നലെ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും താമസിച്ചു പോയി. പിന്നെ ചെടിയൊന്നും കാണിക്കാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് അങ്ങ് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. സഞ്ജു ആണെങ്കിൽ ജോലിക്ക് പോയി, സ്റ്റീവ് എഴുന്നേറ്റിട്ടില്ല. അപ്പം രാവിലെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഫ്ലാറ്റിലാണ് താമസം. അത് കാരണം ചെടിയൊന്നും വെക്കാൻ ഒരുപാട് സ്പേസൊന്നുമില്ല. പിന്നെ ഈ വിൻഡോ സ്പേസിലാണ് ചെടി വെച്ചേക്കുന്നത്. ഈ തക്കാളിയൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ ബിഗോണിയും മറ്റേ ആ പൂവുള്ള ചെടിയാണ് ഇന്നലെ വാങ്ങിയത്. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.